the second important laser is helium neon laser. രണ്ടാമത്തെ ലേസറാണ്. അപ്പോൾ ഫസ്റ്റ് essay we have completed about ruby laser. Now the second laser is helium neon laser. അപ്പോൾ നെയിം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹീലിയം നിയോൺ ലേസർ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്യാസ് ലേസറാണ്. അല്ല അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഹീലിയം നിയോണിൻ്റെ മിക്സ്ചറാണ്. സോ ഇറ്റ് ഇസ് എ ഗ്യാസ് ലേസർ ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ 4 ലെവൽ ലേസർ. അത് 4 ലെവൽ ലേസറാണ്. അതുകൂടെ നമുക്ക് ലാസ്റ്റ് പറയാം. റൂബി ലേസറോട് 3 ലെവൽ ലേസർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുക. അതിൽ തന്നെ ഞാൻ ഇൻട്രഡക്ഷനും കാര്യങ്ങളും ഒരുമിച്ച് പറയാം. ഇതിൽ വി ആർ യൂസിങ് ആൻഡ് ഡിസ്ചാർജിങ് ട്യൂബ്. ഇങ്ങനെ ഒരു ഡിസ്ചാർജ് ട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ട്യൂബിനെ ഡിസ്ചാർജ് ട്യൂബ് എന്നാണ് പറയുക. വി ആർ യൂസിങ് എ ഡിസ്ചാർജ് ട്യൂബ് ഇൻ വിച്ച് ദ ഹീലിയം നിയോൺ മിക്സ്ചർ ഇസ് പ്ലേസ്ഡ്. അപ്പോൾ ഇതിനുള്ളിലായിട്ട് നമ്മൾ ഹീലിയം നിയോണിൻ്റെ മിക്സ്ചർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാസ് മീഡിയം ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇറ്റ് ഇസ് എ ഡിസ്ചാർജ് ട്യൂബ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുമ്പോൾ അതിന് ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലൊരു ഡിസ്ചാർജ് പവർ ഇതിലൂടെ പാസ് ചെയ്യണം, ഒരു ഇലക്ട്രിസിറ്റി ഇതിലൂടെ പാസ് ചെയ്യണം. ആ ടൈമിലാണ് ഇത് ഈ ഒരു ഗ്യാസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, ഡിസ്ചാർജ് പവർ ഒരു ഗ്യാസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ അയോൺസ് ആയിട്ട് മാറും അല്ലേ. പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ആ പ്രോസസ്സ് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഇതിൽ 2 ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും. പിന്നെ ഇവിടെ ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഡബ്ല്യു എന്ന് പറയുന്നത് അതൊരു വിൻഡോ ആണ്. ഈ വിൻഡോ ബ്രൂയിസ്റ്റർ ആംഗിൾ വിൻഡോ എന്നാണ് പറയുക. ഇറ്റ്സ് നോൺ ആസ് ബ്രൂയിസ്റ്റർ ആംഗിൾ വിൻഡോ. ഈ വിൻഡോ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലുള്ള വേവ്സിനെ മാത്രം, ലേസർ ബീംസിനെ മാത്രം പാസ് ചെയ്യാനായിട്ട്. ഒരുപോലെ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് എന്ന് പറയുമല്ലോ. സെയിം പോളറൈസേഷനുള്ള ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ലേസർ ബീമിനെ മാത്രമാണ് ഈ വിൻഡോസ് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കിട്ടുന്ന ലേസർ ബീം കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. സോ പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ടുള്ള ബീമിനെ പാസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വിൻഡോസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 മിറർ സെറ്റപ്പ് ഓൾറെഡി പറയാറുണ്ട്. മിറർ സെറ്റപ്പ് വേണം ലേസറിൽ. M1 M2 2 മിറർ സെറ്റപ്പാണ്. ഒന്ന് ഫുള്ളി റിഫ്ലക്റ്റിങ്ങും അതർ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് അല്ലേ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ലേസർ ബീംസ് ഈ ഒരു 2 മിറേഴ്സിനിടയിൽ കടന്ന് ഷട്ടിൽ ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് അത് ആംപ്ലിഫൈ ചെയ്ത് അങ്ങനെ ഓരോ തവണ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇൻറ്റൻസിറ്റി ആംപ്ലിഫൈഡ് ആയി മാറി എന്ന് തോന്നിയാൽ നമുക്കത് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറേഴ്സിനിടയിലൂടെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ്. എന്താ അതിനെ പറയുക? ഒപ്റ്റിക്കൽ റെസൊനൻറ്റ് ക്യാവിറ്റി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റെസൊനേറ്റർ. അത് ചിലപ്പോൾ 3 മാർക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒപ്റ്റിക്കൽ റെസൊനേറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ആംപ്ലിഫൈ ദ ലേസർ ബീം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോസസ്സ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്, ഈ ഒരു സെറ്റപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് ഹീലിയം നിയോൺ ലേസറിൻ്റെ കൺസ്ട്രക്ഷൻ. സോ ഡിസ്ചാർജ് ട്യൂബ്, ഹീലിയം നിയോൺ മിക്സ്ചർ. നമ്മൾ എന്തിനാണ് ഡിസ്ചാർജ് ട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്ചാർജ് പവർ കൊടുക്കണം. ഡബ്ല്യു എന്ന് പറയുന്നത് ബ്രൂയിസ്റ്റർ ആംഗിൾ വിൻഡോസ് ആണ്. പിന്നെ ഒരു ഒപ്റ്റിക്കൽ റെസൊനേറ്റർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റെസൊനേറ്റർ ക്യാവിറ്റി കൂടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു ഡിസ്ചാർജ് ട്യൂബ് യൂസ് ചെയ്യാണ്, അതൊന്ന് വർക്ക് ചെയ്യാണ്. അതായത് ഡിസ്ചാർജ് പവർ അപ്ലൈ ചെയ്യുന്നു. ഡിസ്ചാർജ് പവർ കൊടുത്തു കഴിഞ്ഞാൽ വട്ട് വിൽ ഹാപ്പൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ഗ്യാസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു എനർജി എന്തായാലും കൊടുക്കണമല്ലോ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു എനർജി സോഴ്സ് യൂസ് ചെയ്തു. ആ എനർജി സോഴ്സാണ് ഡിസ്ചാർജ് പവർ. ഡിസ്ചാർജ് പവർ ഈ ഗ്യാസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ ബിക്കം അയോൺസ്. അത് അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസ്, പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഒക്കെ ആയിട്ട് മാറും. ഈ നെഗറ്റീവ് അയോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടെ എവിടെയാണോ പോസിറ്റീവ് ഇലക്ട്രോൺ, ഇവിടെയാണെന്ന് വിചാരിക്കും. സപ്പോസ് ഇതാണ് പോസിറ്റീവ് ഇലക്ട്രോൺ എങ്കിൽ ഇലക്ട്രോൺസ് എല്ലാം അങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ. ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? കോമൺലി അത് പോസിറ്റീവ് ഇലക്ട്രോണിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ അത് മൂവ് ചെയ്യുന്ന സമയത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ കൊളൈഡ് വിത്ത് ദ ഹീലിയം അയോൺസ്. ഹീലിയമായിട്ട് അത് കൊളൈഡ് ചെയ്യും. നിയോൺ ആയിട്ടല്ല, ഹീലിയമായിട്ടാണ് കൊളൈഡ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീലിയത്തിന് വെയിറ്റ് കുറവാണ് കമ്പയറിങ് ടു ദ നിയോൺ ആറ്റംസ്, അയോൺസ്. ഓക്കെ, അപ്പോൾ നിയോണെ കമ്പയർ ചെയ്യുമ്പോൾ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളത് ഹീലിയമാണ്. അപ്പോൾ ഹീലിയമായിട്ട് കൊളിഷൻ നടക്കാനാണ് ചാൻസ് കൂടുതൽ. സോ ഇലക്ട്രോൺസ് എല്ലാം ഹീലിയമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നു? അങ്ങനെ കൊളിഷൻ നടന്നാൽ എന്ത് സംഭവിക്കുന്നു? എങ്ങനെയാണ് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതാണ് നമ്മളിനി നെക്സ്റ്റ് എനർജി ലെവൽ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇതാണ് എനർജി ലെവൽ ഡയഗ്രാം. അപ്പോൾ ഇത് നമ്മൾ റൂബി ലേസർ ഡിസ്കസ് ചെയ്ത പോലെ അത്രയും സിമ്പിളല്ല. 2 എനർജി ലെവൽസ് നമുക്ക് കൺസിഡർ ചെയ്യണം. 2 എനർജി ലെവൽസ് മീൻസ് ഹീലിയത്തിൻ്റെ എനർജി ലെവൽസും ഉണ്ട്, അതുപോലെ നിയോണിൻ്റെ എനർജി ലെവൽസും ഉണ്ട് അല്ലേ. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സൈഡിൽ ഞാൻ ഹീലിയത്തിൻ്റെ എനർജി ലെവൽസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് F1 ആൻഡ് F2 F3. അപ്പോൾ ഇതാണ് ഹീലിയത്തിൻ്റെ എനർജി ലെവൽസ്. F1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ആരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്? ഹീലിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റും ഹീലിയത്തിൻ്റെ 2 എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് F2ഉം F3ഉം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെയാണ് ഹീലിയം ആറ്റംസ് ഉണ്ടായിരുന്നത്.
സ്റ്റാർട്ടിങ്ങിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് പവർ ഓൺ ചെയ്ത സമയത്ത് ഇലക്ട്രോൺസ് എല്ലാം ആരുമായിട്ടാണ് കൊളൈഡ് ചെയ്യുന്നത്? ഹീലിയുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. അങ്ങനെ കൊളൈഡ് ചെയ്താൽ what will happen? അതിന് എനർജി കിട്ടി അല്ലേ? ഇലക്ട്രോണിൻ്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ദേ വിൽ മേക്ക് എ ട്രാൻസിഷൻ ടു ഐദർ ടു F2 ഓർ ടു F3. അങ്ങനെയല്ലേ എക്സൈറ്റഡ് ലെവലിലേക്ക് പോകാം. അപ്പോൾ ഹീലിയം ഒന്നുകിൽ ഇവിടെ എത്താം, അല്ലെങ്കിൽ ഇവിടെയും എത്താം. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. കിട്ടുന്ന എനർജിക്ക് അനുസരിച്ച് F2ലോ F3ലോ ഇപ്പോൾ ഹീലിയം ആറ്റംസ് ജമ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹീലിയം. ഇനി ഞാൻ ഈ നിയോണിൻ്റെ ലെവൽസ് ഒന്ന് പറയട്ടെ. നിയോണിന് ഇങ്ങനെയാണ് ലെവൽസ് പ്ലോട്ട് ചെയ്യേണ്ടത്. E1 E2 E3 E4 E5 E6 ഇങ്ങനെയാണ് എനർജി ലെവൽസ് ഡയഗ്രാം കേട്ടോ. E1 എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ബാക്കിയെല്ലാം ഹയർ സ്റ്റേറ്റ് ആണ്. E2 E4 E6 ഒക്കെ ഹയർ സ്റ്റേറ്റ് ആണ്. ഇടയിൽ വരുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യാറുണ്ട്, കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിയോണിൻ്റെ ലെവൽസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 1 2 3 4 5 6 ലെവൽസ് നിയോൺസിനുണ്ട്. ഇപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് F2ഉം E4ഉം ഒരു ലെവലിൽ വരുന്ന പോലെ വരയ്ക്കണം. 2ഉം 4ഉം ഒരുപോലെയും അതുപോലെ 3ഉം 6ഉം കണ്ടില്ലേ? F3 ആൻഡ് E6 ആണ് ഒരു ലെവലിൽ വരുന്നത്. കാരണം ഈ ലെവൽസ് സെയിം ആണ് എന്ന് നമുക്കറിയണം. അതായത് ഇവിടുത്തെ എനർജി തന്നെയാണ് ഇവിടെയും വേണ്ടത്, ഇവിടുത്തെ എനർജി തന്നെയാണ് ഇവിടെയും വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ 5 ലെവൽസാണ് ഹീലിയത്തിന് കൺസിഡർ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹീലിയത്തിനല്ല, നിയോണിന് കേട്ടോ. ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്തത് ഹീലിയംസ് ആറ്റംസ് എല്ലാം ഇപ്പോൾ ഒന്നുകിൽ F2ലാണ് അല്ലെങ്കിൽ F3ലാണ് അല്ലേ. ഇനി ഇങ്ങോട്ട് വരിക, നിയോൺസ് എല്ലാം ഇവിടെയാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണല്ലോ. നോർമലി എല്ലാ നിയോൺസും ഇവിടെയാണ് ഇരിക്കുന്നത്, നിയോൺ ആറ്റംസ് എല്ലാം ഇവിടെയാണ് അല്ലേ. നമുക്ക് ഈ നിയോൺ ആറ്റംസിനെ എക്സൈറ്റലിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ലേസർ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഹീലിയം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ എനർജി കംപ്ലീറ്റ് നിയോണിന് കൊടുക്കുകയാണ്. അപ്പം ഹീലിയം ഒരു സപ്പോർട്ട് ചെയ്യുന്നൊരു മെറ്റീരിയലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്ച്വലി ആരാണ്? നിയോണാണ്. നിയോൺ ആറ്റംസ് ആണ് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഹീലിയം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹീലിയം അതിൻ്റെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ആർക്ക് കൊടുക്കുന്നു? നിയോണിന് കൊടുക്കുകയാണ്, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ ഇരിക്കുന്ന ഹീലിയം, ഈ ഒരു ഹീലിയം അതിൻ്റെ എനർജി കംപ്ലീറ്റ് നിയോണിന് കൊടുത്താൽ നിയോൺ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാം? ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ അല്ലേ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ ഇതല്ലേ. അപ്പോൾ ഇങ്ങോട്ടാണ് നിയോൺ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നേരെ അത് ഇങ്ങോട്ട് വന്നിരിക്കും. ക്ലിയർ? അതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ അതേ എനർജിയാണ് ഇവിടെയും ഉള്ളത്. ഇത്രയും എനർജി കിട്ടിയാലേ ഈ സ്റ്റേറ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഹീലിയം ആറ്റംസ് അതിൻ്റെ കംപ്ലീറ്റ് എനർജി നിയോണിന് കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലെവലല്ലേ, ഈ ലെവലിലേക്കാണ് നിയോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തത് പറയാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഹീലിയം ആറ്റംസ് ആണ് അതിൻ്റെ എനർജി കൊടുക്കുന്നതെങ്കിലോ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ E6 അല്ലേ. അപ്പോൾ ഇത് സെയിം ലെവൽസ് ആണ് അല്ലേ. സെയിം ലെവൽസ് മീൻസ് സെയിം എനർജി ലെവൽസ് ആണ്. അപ്പോൾ ഇത്രയും എനർജി കിട്ടിക്കഴിഞ്ഞാൽ നിയോൺ ആറ്റംസ് എല്ലാം എങ്ങോട്ട് വന്നിരിക്കും? ഇവിടെ വന്നിരിക്കാനും ചാൻസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഒന്നുകിൽ E4ലേക്ക് വരാം അല്ലെങ്കിൽ E6ലേക്ക് വരാം. അതുകൊണ്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് വരയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞത്. F2ന് കറസ്പോണ്ടിങ് ആയിട്ട് E4ഉം F3ക്ക് ഈക്വലൻ്റ് ആയിട്ട് E6ഉം ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇനി നിയോൺ ആറ്റംസ് എല്ലാം ഇങ്ങോട്ട് വന്നിരുന്നു. ഇതോടെ ഹീലിയത്തിൻ്റെ റോള് കഴിഞ്ഞു. ഹീലിയം അതിൻ്റെ എനർജി എല്ലാം കൊടുത്തില്ല. അപ്പോൾ തിരിച്ച് പിന്നെ അത് എങ്ങോട്ട് തന്നെ വരും? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വന്നിരിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നിയോൺ ലെവൽസിനെ കുറിച്ച് പറയുകയാണ്. ലിസൺ, ഇപ്പോൾ നിയോൺ ആറ്റംസ് എല്ലാം E4ലുണ്ട് അതുപോലെ E6ലുണ്ട് അല്ലേ. അതിനെ ഹെൽപ്പ് ചെയ്തത് ഹീലിയം ആറ്റംസ് ആയിരുന്നു. അങ്ങനെ അത് E4ലേക്കും E6ലേക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ രണ്ട് സ്റ്റേറ്റ്സ് കാണാനുണ്ട്. 5ഉം 3ഉം കണ്ടല്ലോ. അപ്പോൾ 6 to 5 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ 6 to 3 ട്രാൻസിഷൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ 4 to 3 ട്രാൻസിഷൻ പോസിബിൾ ആണ്. ഈ 3 ട്രാൻസിഷൻസ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 6 to 5, 6 to 3, 4 to 3 കണ്ടില്ലേ. ഈ 3 പ്രോസസ്സിലാണ് ലേസർ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെയാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻസ് നടക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് ഞാൻ പറയുന്ന ലെവലിലേക്ക് 6ൽ നിന്ന് ഈ 2 ലെവലിലേക്കും 4ൽ നിന്ന് ഈ ലെവലിലേക്കും സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നുണ്ട്. അവിടെയാണ് ലേസർ പ്രൊഡക്ഷനും ഉണ്ടാകുന്നത്. സോ ലേസർ പ്രൊഡക്ഷൻ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ലേസർ ബീമിൻ്റെ വേവ് ലെങ്ത് 3.39 മൈക്രോമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ലേസർ പ്രൊഡക്ഷൻ 6328 ആംസ്ട്രോങ് ആണ്. ഇതാണ് കുറച്ചുകൂടെ മെജോറിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്ന ഒരു പ്രോസസ്സ് കൂടെ 4 to 3 ഞാൻ പറഞ്ഞു. അവിടെ നിന്നുണ്ടാവുന്ന ലേസറിൻ്റെ വേവ് ലെങ്ത് 1.15 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 പ്രൊഡക്ഷൻസ്. അപ്പോൾ ഈ ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. 6 to 5 നടക്കാം, 6 to 3 നടക്കാം, 4 to 3 നടക്കാം. ഈ 3 പ്രോസസ്സിലാണ് ലേസർ പ്രൊഡക്ഷൻ നടക്കുന്നത്. അങ്ങനെ എല്ലാ ആറ്റംസും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇനി ആറ്റംസ് എല്ലാം തിരിച്ച് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരണം. സോ E2 E3ലേക്ക് വരുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ വഴിയാണ്. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ഇത് സ്റ്റേബിൾ അല്ല എന്തായാലും, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലല്ലോ. അപ്പോൾ ഇത് സ്റ്റേബിൾ അല്ല. അപ്പോൾ എന്തായാലും സ്പോണ്ടേനിയസ്
സ്പോണ്ടേനിയസ് എമിഷൻ വഴി അത് E2 എന്നുള്ള ലെവലിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അത് പക്ഷേ ലേസർ പ്രൊഡക്ഷൻ ഒന്നും അല്ല കേട്ടോ. ഇതിലാണ് ലേസർ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ ലേസർ പ്രൊഡക്ഷൻ ഒന്നുമില്ല. സ്പോണ്ടേനിയസ്ലി അത് എമിറ്റ് ചെയ്ത് E2ലേക്ക് വരികയാണ്. ഇനി ഇതല്ല ഗ്രൗണ്ട് സ്റ്റേറ്റ്, E2 അല്ല ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഏതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്? E1 ആണ് അല്ലേ. നമ്മൾ തിരിച്ചത് E1ലേക്ക് തന്നെ വരണം. അപ്പോൾ അത് വരണമെങ്കിൽ ഡീഎക്സൈറ്റേഷൻ ബൈ ദ കൊളിഷൻ വിത്ത് ദ വാൾസ്, അതായത് നമ്മുടെ ഗ്ലാസ് ട്യൂബിൻ്റെ വാൾസുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് ആ ഉള്ള എനർജി കൂടെ റിലീസ് ചെയ്ത് തിരിച്ചത് ഏത് ലെവലിലേക്ക് തന്നെ വരും? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ഇത്രയും പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ലേസർ പ്രൊഡക്ഷൻ നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? 6 to 5 ഉണ്ട്, 6 to 3 ഉണ്ട്, 4 to 3 ഉണ്ട്. ഈ 3 ലെവൽസിലാണ് ലേസർ പ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ അത് തിരിച്ചു വരാനുള്ള പ്രോസസ്സ് മാത്രമാണ് ഒക്കർ ചെയ്യുന്നത്. നൗ എന്തുകൊണ്ട് 4 ലെവൽ ലേസർ എന്നുള്ളൊരു കാര്യം കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യണം. റൂബി ലേസർ 3 ലെവൽ എന്ന് പറഞ്ഞ പോലെ വാട്ട് ഇസ് ദ റീസൺ ഫോർ 4 ലെവൽ ലേസർ അല്ലേ? അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 4 ലെവൽസ്, ഫസ്റ്റ് ലെവൽ നമ്മൾ നോക്കാം, ഗ്രൗണ്ട്സ് ടു എക്സൈറ്റഡ് ആണ് ഫസ്റ്റത്തെ ട്രാൻസിഷൻ. ഇവിടെ ആയാലും രണ്ടും കേസിലും ഗ്രൗണ്ടിൽ നിന്ന് ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? എക്സൈറ്റഡ് ലെവലിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത് അല്ലേ. സോ അത് നമുക്ക് ഫസ്റ്റ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് ലെവൽ ട്രാൻസിഷൻ, ഗ്രൗണ്ട്സ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് ഇനി ലേസർ പ്രൊഡക്ഷൻ നടക്കുന്നൊരു ലെവൽ, അതേതാണ്? ഈ ലെവലിൽ നിന്ന് ഇങ്ങോട്ട്, ഇതിൽ നിന്ന് ഇങ്ങോട്ട്, എന്തായാലും ഇവിടെയാണ് ലേസർ പ്രൊഡക്ഷൻ നടക്കുന്നത്, സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നത്. സോ അത് സെക്കൻഡ് ലെവലായിട്ട് കൺസിഡർ ചെയ്യും. ഇതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഒരു സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നുണ്ട്, അത് തേർഡ് ലെവൽ. ദെൻ വാൾസുമായിട്ട് കൊളൈഡ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്, ദാറ്റ് വിൽ ബി ദ ഫോർത്ത് ലെവൽ. സോ ഇങ്ങോട്ടുള്ള ട്രാൻസിഷൻ ഫസ്റ്റ് ലെവൽ, ലേസർ പ്രൊഡക്ഷൻ നടക്കുന്നത് സെക്കൻഡ് ലെവൽ, ആൻഡ് ഒരു സ്പോണ്ടേനിയസ് എമിഷൻ ഉണ്ട്, അത് തേർഡ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഡി എക്സൈറ്റേഷൻ ബൈ ദ കൊളിഷൻ വിത്ത് വാൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 4 ലെവൽ ലേസർ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലെവൽസ് കൗണ്ട് ചെയ്തിട്ടല്ല 4 ലെവൽ എന്ന് പറയുന്നത്. മേജർ ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണ് എന്ന് നോക്കിയിട്ടാണ് 4 ലെവൽ ലേസർ ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്.